പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കൈത്താക്കാലത്തിന്റെ 5-ാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ദിവസമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21-ാം അധ്യായം 12 മുതൽ 17 വരെ വാക്യങ്ങൾ. ഈശോ ജെറൂസലേം ദേവാലയം ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറെ പരിചിതമായ സുവിശേഷമാണ് ഇന്ന് നമുക്ക് ധ്യാന വിഷയം. ഈശോയുടെ ഈ ദേവാലയ ശുദ്ധീകരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോ ചെയ്ത ഒരു ശുദ്ധീകരണ പ്രക്രിയ എന്നതിനപ്പുറത്ത് വളരെ പ്രതീകാത്മകമായ ഒരു പ്രവൃത്തി കൂടിയായിരുന്നു ഇതെന്ന് നമുക്കറിയാം. ഇത് ഒരു ശുദ്ധീകരണവും ഒരു പുനഃക്രമീകരണവുമായിരുന്നു. ശുദ്ധീകരണമാണിത്, ഒരു ക്ലീനിങ് ആണിത്. കാരണം അത് അശുദ്ധിയായിരുന്നത് കൊണ്ടാണ് അതിനെ ശുദ്ധിയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. പണവും പ്രാവും ഒന്നും മോശമായ കാര്യങ്ങളല്ല. ഈശോ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, പണത്തിന്റെ മേശ തട്ടിമറിച്ചിട്ടു, പ്രാവുകളെ വിൽക്കുന്നവരുടെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. പണവും പ്രാവും ഒന്നും മോശമായ കാര്യങ്ങളല്ല. എന്നാൽ ഉചിതമല്ലാത്ത സ്ഥലത്ത് അത് അശുദ്ധിയായി മാറി എന്നുള്ളതാണ്. ഈശോ ഈ ദേവാലയ ശുദ്ധീകരണത്തിലൂടെ ഒരു പുനഃസ്ഥാപനം നടത്തുന്നു, ഒരു റെസ്റ്റോറേഷൻ നടത്തുന്നു. വീണ്ടും ഓരോന്ന് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ് റെസ്റ്റോറേഷൻ. കാരണം അതിന്റെ ക്രമം തെറ്റിയിരുന്നു, അതിന്റെ ക്രമം മാറിപ്പോയിരുന്നു. നമ്മുടെ ജീവിതമാണ്, ശരീരമാണ്, മനസ്സാണ് ഈ ദേവാലയം. അവിടെ ദൈവവുമായുള്ള ഇടപാടുകളാണ് നടക്കേണ്ടത്. അതിന് പകരം വരുന്ന എന്തും, അവ നമുക്ക് നല്ലതാണെന്ന് തോന്നിയാൽ പോലും അവ ദൈവത്തിന്റെ മുമ്പിൽ തെറ്റാണ്. തെറ്റായ സ്നേഹബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, സൗഹൃദങ്ങൾ, കണ്ണിനും മനസ്സിനും ആസ്വാദ്യകരമായ കാര്യങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന, മനസ്സാകുന്ന ദേവാലയത്തിന്റെ ക്രമം തെറ്റിക്കുന്ന, അതിനെ അശുദ്ധമാക്കുന്ന കാര്യങ്ങളായി അതെല്ലാം മാറും. രണ്ടാമതൊരു കാര്യം വളരെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈശോ എന്താണ് ചെയ്തത്? ഈശോ മേശകളും ഇരിപ്പിടങ്ങളും തട്ടിമറിച്ചിട്ടു എന്നാണ് സുവിശേഷം പറയുന്നത്. മേശ ക്രയവിക്രയത്തിന്റെ ഒരു പശ്ചാത്തലമാണ്, പണം കൈമാറുന്നതിനുള്ള ഒരു പശ്ചാത്തലമാണ്, അതിനുള്ള ഒരു സാഹചര്യം, ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരുക്കുന്ന കാര്യമാണ്. പാപങ്ങളുടെ ചില സാഹചര്യങ്ങളെയാണ് നമ്മൾ മാറ്റിക്കളയേണ്ടത്. അതുപോലെ ഇരിപ്പിടം, കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി, കച്ചവടം ആദ്യകാലത്ത് പക്ഷെ നിന്ന് തുടങ്ങി വളരെ പെട്ടെന്ന് കൈമാറ്റം ചെയ്തിരുന്നു. പിന്നീട് അത് തുടർന്ന് വന്നപ്പോൾ അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയ കാര്യമാകുന്നതിന്റെ സൂചനയാണ് ഇരിപ്പിടങ്ങളൊക്കെ. അത് സ്ഥിരമാകുന്നതിന്റെ, വേര് പിടിക്കുന്നതിന്റെ ഒരു സൂചനയാണ് ഇരിപ്പിടങ്ങൾ. തെറ്റുകൾക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും, അതുപോലെ അവ ആവർത്തിച്ച് തഴക്കദോഷമാകുന്ന ചുറ്റുപാടുകളുമൊക്കെയാണ് തീർച്ചയായും ഒഴിവാക്കേണ്ടതും തിരുത്തപ്പെടേണ്ടതുമെന്ന് ഈശോ നമ്മളെ ഇന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും ഒഴിവാക്കപ്പെടേണ്ട ചില തെറ്റുകളുടെ പശ്ചാത്തലങ്ങളും, അതുപോലെ ഉറച്ചുപോയ ചില പാപങ്ങളുടെ സാഹചര്യങ്ങളും ഒക്കെയുണ്ട്. മാറ്റപ്പെടേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. കർത്താവെ, അത് വ്യക്തിപരമായ ആത്മശോധനയിലൂടെ മനസ്സിലാക്കി അതിനെല്ലാം ഒഴിവാക്കാനും പുറത്താക്കാനും, അതോടൊപ്പം ഞങ്ങളുടെ ശരീരമാകുന്ന, മനസ്സാകുന്ന, ജീവിതമാകുന്ന ദേവാലയം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധമായി കൊണ്ടുപോകുവാനും എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.